കേരളത്തിന്റെ പ്രതീക്ഷയും കാവലാളുമായ തൊഴിലാളി വർഗ പ്രസ്ഥാനം CPIM-ന്റെ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ കൊല്ലമൊരുങ്ങി. സാംസ്കാരിക കൂട്ടായ്മകളുടെ കേന്ദ്രമായിരുന്നു കൊല്ലം നഗരം. നാടക സമിതികൾ, നൃത്ത നാടക സംഘങ്ങൾ, ബാലെ ഗ്രൂപ്പുകൾ, എണ്ണം പറഞ്ഞ കാഥിക പ്രതിഭകളും ഗായകരും, ആഘോഷ സമൃദ്ധമായ സായാഹ്നങ്ങൾ സമ്മാനിച്ച നഗരം. കൊല്ലവർഷത്തെക്കാൾ പഴക്കമുണ്ട് എന്ന് കരുതുന്ന കൊല്ലം കേരളത്തിന്റെ വ്യവസായ തുടിപ്പിന്റെ ഈറ്റില്ലം ഇനി ചുവപ്പ് പുതയ്ക്കാൻ പോകുന്നു. പാർട്ടി സഖാക്കളെ വരവേൽക്കാനും ചെങ്കൊടി പാറിക്കാനും കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. 6 മുതൽ 9 വരെ കൊല്ലം നഗരത്തിലാണ് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. സമ്മേളന സന്ദേശമായി ജില്ലയിലെ 166 ലോക്കൽ കേന്ദ്രങ്ങളിൽ വിളംബര ജാഥകൾ നടത്തി. വിദ്യാർത്ഥികളും യുവാക്കളും വനിതകളും ഉൾപ്പെടെ 100 കണക്കിന് ബഹുജനങ്ങൾ ഓരോ കേന്ദ്രത്തിലും ഇരുചക്രവാഹന റാലിയിൽ പങ്കാളികളായി. കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ കൊളുത്തുന്ന ദീപശിഖ പുന്നപ്ര വയലാർ പോരാട്ടങ്ങളുടെ സ്മരണകളിരമ്പുന്ന വയലാറിൽ നിന്ന് ഞായറാഴ്ച പ്രയാണം ആരംഭിക്കും. പകൽ 3-ന് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. PK ബിജു ജാഥ ക്യാപ്റ്റനും CB ചന്ദ്രബാബു മാനേജറുമാണ്. അതേസമയം CPIM സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക വഹിച്ചുള്ള യാത്രയ്ക്ക് കയ്യൂരിൽ തുടക്കമായി. തേജസ്വിനിക്കരയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജാഥ ലീഡർ M. സ്വരാജിന് പതാക കൈമാറി. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള പതാക ജാഥയും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖാ ജാഥയും ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള കൊടിമര ജാഥയും 5-ന് വൈകിട്ട് ആശ്രാമം മൈതാനിയിൽ സംഗമിക്കുന്നതോടെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന് ചെങ്കൊടി ഉയരും. 6-ന് രാവിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. PB അംഗങ്ങളായ പിണറായി വിജയൻ, MA ബേബി, BV രാഘവലു, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അശോക് ധാവളെ, A. വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിജു കൃഷ്ണൻ, AR സിന്ധു എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് 9-ന് വൈകുന്നേരം സീതാറാം യെച്ചൂരി നഗറിൽ 25,000 ചുവപ്പ് സേനാ അംഗങ്ങളുടെ പരേഡും 2 ലക്ഷം പേർ പങ്കെടുക്കുന്ന ബഹുജന റാലിയും നടക്കും. നീണ്ട 30 വർഷത്തിന് ശേഷമാണ് കൊല്ലം CPIM സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുണ്ടായ എല്ലാ വികസനങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും സാക്ഷിയായി ലക്ഷക്കണക്കിന് പേരുടെ സാന്നിധ്യം കൊണ്ട് കൊല്ലം ഇനി ധന്യമാവുകയാണ്. വരും ദിവസങ്ങളിൽ കൊല്ലം ചെങ്കടലാകും. ചോരയിൽ കമ്മ്യൂണിസമുള്ള ഏതൊരു മലയാളിയുടെയും ഹൃദയത്തിൽ ഇൻക്വിലാബ് ഉയർന്നു കേൾക്കും. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനത്തിന്റെ മാത്രം സമ്മേളനമല്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു സർക്കാരിന്റെ വിജയത്തിന്റെ പതാക ഉയർത്തൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിനും സ്നേഹത്തിനും കൂടി കൊല്ലം സാക്ഷിയാകും. നമുക്കും കാത്തിരിക്കാം സഖാക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചുവന്ന പരവതാനി വിരിച്ച ചുവന്ന കൊടികൾ പാറിക്കളിക്കുന്ന കൊല്ലത്തിന്റെ അഴക് കാണാൻ.